അപ്പോൾ മെൻ്റലിസം എന്ന് ബേസിക്കലി ട്രിക്സ് കുറേ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എന്നാൽ സൈക്കോളജിക്കൽ എലമെൻറ്റും ഉണ്ട് ചിലടത്ത്. സൈക്കോളജിക്കൽ ഫോഴ്സിങ്സ് ഒക്കെ വരാറുണ്ട്. പിന്നെ നിങ്ങളോട് ചുമ്മാ പറയാം, തിങ്ക് ഓഫ് എനി ഡിജിറ്റ് ബിറ്റ്വീൻ 1 and 10. ചുമ്മാ മനസ്സിലാലോചിച്ചാൽ മതി, എല്ലാവരും ആലോചിച്ചോട്ടോ. പക്ഷേ മെജോറിറ്റി ആൾക്കാർ ആലോചിക്കുന്ന 7 ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ടൊരു ഇങ്ങനെ ഒരു സെക്ഷൻ കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് കേൾവി പിന്നെ വീഡിയോസ് അങ്ങനെയൊക്കെ ഒരു ഐഡിയ ആണ് എനിക്കുള്ളത്. അപ്പോൾ ലൈക്ക് എൻ്റെ ഒരു കേൾവിയൊക്കെ വെച്ചിട്ട് ഞാനൊരു മെൻ്റലിസം ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞൊരു രീതി എനിക്ക് വന്നത് ലൈക്ക് ഒരു മൈൻഡ് റീഡിങ് ഗെയിം അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് എനിക്ക് അറിയാം. കേൾവി ലൈക്ക് ഞാൻ ഫ്യൂ ഡേയ്സ് ബാക്ക് ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ലൈക്ക് ഈ മെൻ്റലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആർട്ട് ഫോം ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അപ്പോൾ ശരിക്കും ആക്ച്വലി മെൻ്റലിസം ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത് എന്താണ്? ലൈക്ക് ആർട്ട് ഫോം ആണോ, ഓർ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ? ആൻഡ് ഇത് ശരിക്കും പോസിബിൾ ആണോ? ലൈക്ക് ഒരു ഓപ്പോസിറ്റ് വന്ന് നിൽക്കുമ്പോൾ അയാളുടെ മൈൻഡ് റീഡ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വന്നത്. നിങ്ങൾക്ക് മെൻ്റലിസം ഷോസ് കാണാറില്ലേ? രണ്ടൊന്ന് മെൻ്റലിസ്റ്റുകളുടെ പേര് പറയാമോ പെട്ടെന്ന്? ആരൊക്കെയാ? അനന്തു, ആദി. ഓക്കെ, ഇവരൊക്കെ നല്ല പെർഫോമൻസ് ആണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ല അവരുടെ ആക്സ് ഒക്കെ? ചുമ്മാ വരുന്ന ഒരാളുടെ മനസ്സ് റീഡ് ചെയ്യുന്നു അല്ലേ? അപ്പം മോള് പറഞ്ഞ പോലെ ഈ മെൻ്റലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ട് ഫോമാണ്. മാജിക് എന്താണ്? ആർട്ട് ഫോമാണ്. അപ്പം മാജിക്കിൽ ഞാനിപ്പോൾ എൻ്റെ കോട്ടിൻ്റെ അകത്തുനിന്ന് ദ പ്രാവ് ഇടുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല? പ്രാവിനെ എടുക്കും, തൊപ്പിക്കകത്തുനിന്ന് മുയലിനെ എടുക്കും. ഇത് ശരിക്കും എടുക്കുന്നതാണോ? അല്ല, ഇതെവിടെയെങ്കിലും അതൊരു ആർട്ടാണ് അല്ലേ? അപ്പോൾ മെൻ്റലിസം എന്ന് ബേസിക്കലി ട്രിക്സ് കുറേ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എന്നാൽ സൈക്കോളജിക്കൽ എലമെൻറ്റും ഉണ്ട് ചിലടത്ത്. സൈക്കോളജിക്കൽ ഫോഴ്സിങ്സ് ഒക്കെ വരാറുണ്ട്. പിന്നെ നിങ്ങളോട് ചുമ്മാ പറയാം, തിങ്ക് ഓഫ് എനി ഡിജിറ്റ് ബിറ്റ്വീൻ 1 and 10. ചുമ്മാ മനസ്സിലാലോചിച്ചാൽ മതി, എല്ലാവരും ആലോചിച്ചോട്ടോ. എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും ആലോചിക്കുന്നത് അല്ലേ? പക്ഷേ മെജോറിറ്റി ആൾക്കാർ ആലോചിക്കുന്ന 7 ആയിരിക്കും. 7 ആലോചിച്ചാൽ ആരും ഇല്ലേ? ഓക്കെ, മെജോറിറ്റി ആൾക്കാർ ആലോചിക്കുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പോകുന്ന 7 ആയിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു സബ് കോൺഷ്യസ് സൈനോട് ഞാൻ തന്നു, തിങ്ക് ഓഫ് എനി ഡിജിറ്റ് ബിറ്റ്വീൻ 1 and 10. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ ഈ ആക്ടിവിറ്റിയെ കാണുന്നുണ്ട് 7. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഫോഴ്സിങ് നടക്കും. അതേ സമയത്ത് അവർക്ക് അവരുടെ ടൂൾസും എലമെൻസും. അപ്പോൾ മെൻ്റലിസം എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോമാണ്, നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ, മാജിക് പോലെ. ഹിപ്നോസിസിലേക്ക് വരുമ്പോൾ എൻ്റെ ഇവിടെ ഒരു സാധനമില്ല. മെൻ്റലിസം എനിക്ക് ആപ്സ് യൂസ് ചെയ്യാം, എൻ്റെ ഒരു ടീം കാണും അല്ലേ? ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്താൽ തന്നെ ഇപ്പോൾ ഒരാളുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ പ്രൊഫൈൽ എടുക്കുമ്പോൾ അയാളുടെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഇല്ലേ? അടുത്ത് മരിച്ചുപോയൊരു വ്യക്തി, അല്ലെങ്കിൽ ഇയാളുടെ ഫേവറേറ്റ് ഇഷ്ടങ്ങൾ, ഇയാൾ കേൾക്കുന്ന പാട്ടുകൾ. ഒരു പ്രൊഫൈൽ നന്നായിട്ട് നമ്മൾ ഒന്ന് സ്കെച്ച് ചെയ്താൽ തന്നെ ഇയാളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്യുവർലി ബ്യൂട്ടിഫുൾ ഒരു സാധനമാണ് മെൻ്റലിസം എന്ന് പറഞ്ഞാൽ. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഹിപ്നോസിസ് നമുക്ക് സ്റ്റേജ് ഹിപ്നോസിസിന് യൂസ് ചെയ്യാം, സ്ട്രീറ്റിൽ പോയി ഹിപ്നോട്ടൈസ് ചെയ്യാം. ഇവിടെ എൻ്റെ ആയുധങ്ങളൊന്നുമില്ല. എൻ്റെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളാണ് എൻ്റെ ആയുധം. ഓക്കെ, അപ്പോൾ എനിക്ക് വേറെ ഗിമിക്സ് കാണിക്കാനോ ട്രിക്സ് ഒന്നുമില്ല. ഹിപ്നോസിൻ്റെ ഏറ്റവും വലിയെന്ന് വെച്ചാൽ നമുക്ക് തെറാപ്പി ചെയ്യാൻ പറ്റും. തെറാപ്പി ഇവിടെ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് 2 മൈൻഡ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. നമുക്ക് എല്ലാം അറിയാം. അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും ഓൾമോസ്റ്റ് 99% ആക്ടിവിറ്റീസും ഫോം ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത് എവിടെയാണ്? സബ് കോൺഷ്യസിലാണ്. ഓക്കെ, നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോ? ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇല്ലേ? നമ്മൾ പോയിന്റ് എ നിന്ന് പോയിന്റ് ബി വരെ വണ്ടി ഓടിച്ച് പോകുന്നു. ഓക്കെ, വണ്ടി ഓടിച്ച് പോകുന്നു. ഈ പോയിന്റിൽ നിന്ന് വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കോൾ വരുന്നു. ഒരു ഇഷ്ടമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെൻഷനുള്ള കോളായിരിക്കാം. നിങ്ങൾ പോയിന്റ് ബിയിലെത്തുന്നു, ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു, ചേട്ടാ ഞാൻ ഇവിടെ വരെ എങ്ങനെ എത്തി? ബ്രേക്ക് നിങ്ങൾ ചവിട്ടി നിങ്ങൾ അറിഞ്ഞിട്ടില്ല, റെഡ് ലൈറ്റ് കത്തിയത് നിങ്ങൾ കണ്ടിട്ടില്ല, ഒരുത്തം വഴി കൂടെ ഇടയ്ക്ക് ചാടി നിങ്ങൾ ബ്രേക്ക് പിടിച്ചു, അതും നിങ്ങൾ. ഇതെല്ലാം സബ് കോൺഷ്യസ്ലി, നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല. അപ്പോൾ ഈ സബ് കോൺഷ്യസ് ഇവിടെയാണ് നമ്മുടെ റീപ്രോഗ്രാമിംഗ് മൊത്തം നടക്കുന്നത്. അപ്പോൾ ഹിപ്നോസിസിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ ഒരു സിസ്റ്റം പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഹ്യൂമൻസിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത് റിയൽ ആയിട്ടേ നടക്കുള്ളൂ ഇല്ലേ? എനിക്ക് ഗിമ്മിക്സ് കാണിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുന്നത് എപ്പോഴും സെൽഫാണ്. അതിൻ്റെ അകത്ത് ഈ വരുന്ന ആളുടെ ആഗ്രഹം. ഇപ്പോൾ തെറാപ്പിക്ക് വരുന്ന ഒരാൾ, അയാൾക്ക് മാറണം, അയാൾക്ക് ചേഞ്ച് ആവണം. ഒരു ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക്, ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ട് ഇല്ലേ? പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ഹിപ്നോസിസിൽ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. മാത്രമല്ല ഹിപ്നോസിസ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നമ്മൾ ഹാർട്ടിന് എന്താ വെക്കുക? ഈ ഹാർട്ടിനെ നമ്മൾ എക്സാമിൻ ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക? ECG കേട്ടിട്ടില്ലേ?
കുറേ സാധനമൊക്കെ. അതുപോലെ നമ്മൾ ബ്രെയിൻ EEG യൂസ് ചെയ്യും. EEG യൂസ് ചെയ്തിട്ട് നമ്മൾ മോണിറ്ററിൽ നോക്കിയാൽ നമ്മൾ ഹിപ്നോട്ടിക് അവസ്ഥയിൽ നമ്മൾ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും. ഒരു ട്രാൻസ് എന്നുള്ള വേർഡ് ഫെമിലിയർ അല്ലേ? അപ്പോൾ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും. ഈ ട്രാൻസ് സ്റ്റേറ്റിൽ നമുക്ക് ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും? റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവൺ. അതുകൊണ്ട് മറ്റുള്ള ഏതിനെ എടുത്ത് നോക്കിയാലും ഹിപ്നോസിസ് ഈസ് സയൻറ്റിഫിക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.